വെൽക്കം ടു സനാമാസ് ലിറ്റിൽ വേൾഡ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:30 മണി 12 മണിയാകുന്നു. ഇന്നത്തെ ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ല, മഴയില്ല എന്നേ ഉള്ളൂ, പക്ഷെ വെയിലില്ല. ഞാൻ ഉച്ചയ്ക്ക് കണ്ടോ കുറച്ച് ഗീ റൈസ് ആക്കി കേട്ടോ. മീനിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. ഓരോ ദിവസങ്ങളും എന്തെങ്കിലുമൊക്കെ വെച്ച് തട്ടിക്കൂട്ടാ. ഗീ റൈസ് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും, ഈസി മെത്തേഡിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അത് ഇന്ന് ഞാൻ ചെയ്തത് ലൈറ്റ് യെല്ലോ കളറിലുള്ള ഗീ റൈസാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ കഴിച്ചിരുന്ന നല്ല യെല്ലോ കളറുള്ള ഗീ റൈസ് ആയിരുന്നു. നെയ്ച്ചോറ് നേരുമ്പോഴേ മഞ്ഞ കളറിലുള്ള ചോറാണ് നമുക്ക് ഓർമ്മയിൽ വരുന്നത്. പിന്നെ അതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ കളറിൻ്റെ മാറ്റിയിട്ട് വൈറ്റ് റൈസ് ആക്കി. ഇപ്പോൾ ഓൾമോസ്റ്റും എല്ലാവരും വൈറ്റ് റൈസാണ് ആക്കുന്നത്. എനിക്ക് ഇന്നൊരു ലൈറ്റ് യെല്ലോ കളർ ആക്കണമെന്ന് തോന്നിയിട്ടാണ് യെല്ലോ കളറ് ഗീ റൈസും അതിൻ്റെ കൂടെ ഒരു ചിക്കൻ കറിയും. നിങ്ങളെന്നെ ഓട്ടിക്കല്ലേ കേട്ടോ ഈ ചിക്കൻ കാണിച്ച് പക്ഷേ നല്ല അടിപൊളി കറിയാണ് കേട്ടോ സംഭവം. നമുക്കൊരു ചിക്കൻ കറി അത് കറക്റ്റ് ടെക്സ്ചറിലാണ് വന്നതിൻ്റെ ഒരു തെളിവാണ്. നമ്മൾ അതിൽ തെളിഞ്ഞ് നിൽക്കുന്ന ആ നെയ്യുടെ എണ്ണയൊക്കെ കുറവാണ്. അതിൽ നിന്ന് നമ്മൾ കുറഞ്ഞ് സിമ്മിലിട്ട് കുക്ക് ചെയ്യുമ്പോഴത്തേക്കാണ് ഈ ഒരു ഫോമിൽ കറിയാവുന്നത്. അതിൽ നിന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കറി സൂപ്പറാണ്. ഇനി എനിക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യങ്ങൾക്ക് വേണ്ടി അത്യാവശ്യം ഒന്ന് പുറത്ത് പോകേണ്ടതുണ്ട്. അപ്പോൾ പുറത്തുള്ള എന്തെങ്കിലും കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കേ, ഹലോ ഡിയേഴ്സ്. എത്ര ദിവസം കൂടിയാണ് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയത് കേട്ടോ. സംഭവം ഇതൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയതാ. മെഡിസിൻസ് ഉണ്ട്, കുറച്ച് വെജിറ്റബിൾസ്, മുട്ട സംഭവങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഞാൻ നമ്മുടെ മെയിൻ ടൗണായത് വർക്കല ടൗൺ കണ്ടപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ജനങ്ങളിപ്പോഴും ആണ് ശരിക്കും ബോധവാന്മാരായെന്ന് പറയത്തില്ല. നമ്മൾ ശരിക്കും പ്രശ്നത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കാൻ പറ്റും. ജനമായ റോഡ് കേട്ടോ. മിക്ക ഷോപ്പും ക്ലോസ്ഡ് തന്നെയാണ്. ആൾക്കാരും വളരെ കുറവാണ്. അത്യാവശ്യങ്ങൾക്ക് മാത്രമേ ആൾക്കാർ പുറത്തുള്ളൂ. നമുക്കെന്തോ ഒരു ഭയാനകത തോന്നിക്കുന്ന ഒരു അന്തരീക്ഷം പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. എന്തായാലും ഞാൻ തിരിച്ചങ്ങ് വീട്ടിലോട്ട് പോവാം. കാര്യമൊക്കെ കഴിഞ്ഞു. ഓക്കെ, ഹലോ. അങ്ങനെ ഞാൻ തിരിച്ചങ്ങോട്ട് പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ ഒരു ഷോപ്പുണ്ട് കേട്ടോ. ഗ്രീൻ ഫിഷ് എന്നും പറഞ്ഞ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. ഉണ്ടോ ഗ്രീൻ ഫിഷ്. അപ്പം മീൻ എന്തെങ്കിലും ഒന്ന് നോക്കിയാലോ എന്നൊരു തോന്നൽ. വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടല്ലോ മീനിനെ. അപ്പം നമുക്ക് മീൻ എന്തെങ്കിലും അവിടുത്തെ മീനും കൂടി ഒന്ന് കാണാം. ശരിക്ക് സെയിലുള്ള ഒരു ഷോപ്പാണ്. നമ്മളെ വർക്കലിൽ അടുത്ത് കുറച്ച് നാളാവത്തേ ഉള്ളൂ, ഒരു 6 മാസം ആകത്തേ ഉള്ളൂ. പക്ഷെ ഒരുപാട് നല്ല മീൻ കിട്ടുന്ന സ്ഥലം തന്നെയാണ്. ഇപ്പോഴവിടുത്തെ അവസ്ഥ എന്താണെന്ന് കൂടി ഒന്ന് നോക്കിയാലോ. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നല്ല മീൻ വല്ലതും ഉണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള പ്രൈസ് ആണെങ്കിൽ മേടിക്കാമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം. ഓക്കെ, കുഞ്ഞു കുറച്ച് എന്താ പറയേണ്ടത്, ലോക്ക്ഡൗൺ ഡേയ്സിലുള്ള പുറത്തെ കുറച്ച് കാഴ്ചകൾ കൂടി ഷെയർ ചെയ്തെന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഇതാ ഷോപ്പ് കേട്ടോ. വർക്കലത്തെ ആദ്യത്തെ സംരംഭമാണ് ഗ്രീൻ ഫിഷ്. ക്ലീൻ ചെയ്ത് തരും കേട്ടോ മീനെല്ലാം. നെത്തോലി മുതൽ നെയ്മീൻ വരെ വൃത്തിയാക്കി കൊടുക്കുന്നു. കണ്ടോ, ഓർഡറുകൾ സ്വീകരിക്കുന്നതാണ്. മീനുകളുണ്ട് എന്നുള്ളതാ. അതാ ഞാൻ പറഞ്ഞ ഷോപ്പ് കേട്ടോ. അവിടെ ഉള്ള ഞണ്ടുണ്ട് കേട്ടോ. കരിമീൻ എങ്ങനെയാ പ്രൈസ്? കിലോ 600. 540. കൊഞ്ച് ഇതെന്ത് മീനാ? ചേമി 360. അറിയാം. നമുക്കിതുപോലെ ഒരു ഷോപ്പുണ്ട് ആലങ്കോട്. അത് ആവോലിയല്ലേടാ? നോക്കട്ടെ, ഡ്രസ് ഒന്ന് എടുത്തേടാ. അതൊക്കെ പൊക്കി കാണിക്കുന്നു. ഇങ്ങനെ കുറേ നാളുകൾക്ക് ശേഷം കേട്ടോ അങ്ങനെ മീൻ കാണുന്നത്. ഓക്കെ, ഉണ്ടായിരുന്നല്ലേ? ചാളയൊക്കെ ഉണ്ടായിരുന്നാ?
ഇതാ ചേമീൻ എന്ന് പറഞ്ഞ സംഭവം കേട്ടോ. മീനൊക്കെ ഫ്രഷ്, നല്ല ഫ്രഷ് മീൻ തന്നെ കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് കുറച്ച് കൊഞ്ച് വാങ്ങി. കണ്ടോ? ആ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോ? ഒന്ന് ചെയ്തേക്കേ. ഓക്കെ. സദനാമാസ് ലിറ്റിൽ വേൾഡ് യൂട്യൂബിൽ ചെയ്തിട്ട് കയറിയിട്ട് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. വർക്കല ആദ്യത്തെ ഷോപ്പാണ് കേട്ടോ ഫിഷിൻ്റെ ഇത്. അങ്ങനെ കുറച്ച് കൊഞ്ച് വാങ്ങി, കുറച്ച് പൈസയ്ക്ക് വാങ്ങിയുള്ളൂ. 1/2 കിലോ കൊഞ്ച് മേടിച്ചുള്ളൂ കേട്ടോ. അത് തന്നെ 250 രൂപയായി. കുഴപ്പമില്ല, നല്ലൊരു തീയൽ വയ്ക്കാമല്ലോ. കുറേ ദിവസമായില്ലേ വെജിറ്റബിൾസും ചിക്കനും കൊണ്ട് ഓട്ടിക്കല്ലേ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കൊഞ്ച് വാങ്ങിച്ചു. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എൻ്റെ വീഡിയോ ബോറിംഗ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്, തനിച്ച് ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾക്ക് വേറെ ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. അല്ലായിരുന്നെങ്കിൽ വേറെ സംഭവങ്ങളൊക്കെ നമ്മളെ വർക്കലയിൽ ഉണ്ടായിരുന്നു, കിടക്കാച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഞാൻ വേറെ ഏതെങ്കിലും ഒരു കുക്കിംഗ് വീഡിയോ കൂടി ഷെയർ ചെയ്ത് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ തൽക്കാലം നമുക്ക് വീട്ടിലോട്ട് പോകാം തിരിച്ച്. ബൈ. മക്കൾസ് വിളിക്കുകയാണ്. ഞാൻ പുറത്തിറങ്ങി അവർക്ക് പേടിയാ. അതുകൊണ്ട് മാസ്ക് ഇപ്പം, പണ്ടൊക്കെ ആണെങ്കിൽ മാസ്ക് അങ്ങ് മാറ്റും ഞാൻ വണ്ടിയിൽ കയറിയാലേ. ഇപ്പോഴും ശരിക്കും എനിക്ക് നല്ല പേടിയുണ്ട്, അതുകൊണ്ടാണ് മാസ്ക് മാറ്റാത്തത്. അപ്പോൾ എല്ലാവർക്കും ബൈ പറയുന്നു. ഇൻഷാ അല്ലാ നമുക്ക് ഇനി അടുത്ത ഒരു ഷോർട്ടിൽ കാണാം. അതും കൂടി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് ഞാൻ ഇതും കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ. അസ്സലാമു അലൈക്കും. ഹലോ. അങ്ങനെ ടീ ടൈം ആയി, ചായ കുടി സമയമായി. എന്തെങ്കിലും ഒരു സ്നാക്ക് ആക്കണമെന്ന് കരുതാണ്. പക്ഷെ ഞാൻ പോയിട്ടൊക്കെ വന്നപ്പോഴത്തേക്കുണ്ടല്ലോ ഒത്തിരി ടയേർഡായി. അതിനുശേഷം ഞാൻ ഫുഡ് കഴിച്ചത്. അങ്ങനെ ഇപ്പോൾ നല്ല സ്ട്രോങ് ചായ എടുത്തു. ഇത് എൻ്റെ കുഞ്ഞുമാടെ വീട്ടിൽ നിന്ന് ഇന്നലെ ഉണ്ടാക്കിയ കുഴലപ്പോട്ട. അവരുടെ വീട്ടിലുണ്ടാക്കിയ കുഴലപ്പം എനിക്ക് കൂടി കൊടുത്തു വിട്ടതാണ്. അപ്പം ഞാൻ കരുതി ചൂട് ചായയും നല്ല കറുമുറ. ഓക്കെ, നല്ല കോമ്പിനേഷനാണ്. അതൊക്കെ കുടിച്ചിട്ട് രാത്രി കുറച്ച് പൂരിയും ചിക്കൻ കറി ബാക്കിയുണ്ട്, ബാജിയും കൂടെ ആക്കാന്ന് കരുതി. അതിൻ്റെ കൂടെ ഉരുളക്കിഴങ്ങ് ബാജി. ഓക്കെ, പുറത്ത് നല്ല മഴ തുടങ്ങിക്കഴിഞ്ഞു കേട്ടോ. ഞാൻ പൂരിയുടെ റെസിപ്പി കാണിക്കുന്നില്ല, പ്രോസസ്സിങ് കാണിക്കാം. ഓക്കെ, നല്ല കിടുക്കാച്ചി മഴ കണ്ടോ തുടങ്ങിക്കഴിഞ്ഞു. നല്ല മഴയാണ് കേട്ടോ, നല്ല കാറ്റുമൊക്കെ ഉണ്ട്. നമ്മുടെ ബാജി ഞാൻ പറഞ്ഞില്ലേ രാത്രിത്തേത്. ഇന്നത്തെ ഒരു ഡേയിലെ കുറച്ച് മൊമെന്റ്സ്. ഇത് പൂരിയുടെ ബാജിയാണ്, ഉരുളക്കിഴങ്ങ് ബാജി. അത് ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് സവാള, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ചേർത്ത്. ഞാൻ അതിന്റെ പ്രോസസ്സിങ് മൊത്തം കാണിച്ചാൽ വീഡിയോ ലെങ്തി ആയി പോകും. എനിക്കൊരു റെസിപ്പി ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുക്കുക. ഭയങ്കര നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ പൂരിയുടെ കൂടെ. കുറച്ച് ചിക്കൻ കറിയും കൂടി ഉച്ചയ്ക്കത്തത് ബാക്കിയുണ്ട്, അതും കൂടെ ചേർത്ത് രാത്രിക്ക്. എങ്ങനെയുണ്ട്? ഈ കളറായിരിക്കണം കേട്ടോ. ഈ കളർ ഇതിനേക്കാൾ കൂടാൻ പാടില്ല, ഈ ലൈറ്റ് കളറായിരിക്കണം. പിന്നെ കടലയോ ഗ്രീൻ പീസോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൂടി ആഡ് ചെയ്യുക. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. എന്ന് വെച്ചാൽ കടല വെള്ളത്തിലിടാൻ മറന്നു, സത്യം പറഞ്ഞാൽ. ഗ്രീൻ പീസ് ഇല്ല. ഇതിപ്പോൾ വെറും ഉരുളക്കിഴങ്ങും മാത്രം അവിച്ചുടച്ച് വെച്ച ബാജിയാണ്. ഓക്കെ, കുറച്ച് പൂരിയും കൂടി നമുക്ക് റെഡിയാക്കാം. ഇതിന്റെ റെസിപ്പി ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം ഒരുപാട് പേര് ഷെയർ ചെയ്തിട്ടുള്ളതാണ് പൂരിയുടെയൊക്കെ റെസിപ്പി. ഞാൻ ഗോതമ്പ് മാവിലാണ്, സ്വല്പം മൈദയും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഞാൻ ഇന്ന് നനച്ചത് പാലിലാണ് കേട്ടോ സംഭവം. തണുത്ത സാധാരണ നോർമൽ പാല്, ചൂടാക്കിയ പാലില്ല, നോർമൽ ആയിട്ടുള്ള തണുത്ത പാലിലാണ് ഇന്നത്തെ പൂരി മാവ് നനച്ചത്. എങ്ങനെ ഇരിക്കുമെന്നറിയില്ല സംഭവം. ഞാൻ ഒരുപാട് നാളായി കേട്ടോ പൂരി ഉണ്ടാക്കിയിട്ട്. നമുക്ക് ഒന്ന് ഉണ്ടാക്കി നോക്കാം. ചെറിയ പൂരിയാട്ടോ. ഒരിക്കലും പൂരി ഒരുപാട് തിന്നാവരുത്. ഇത്ര കട്ടിയെങ്കിലും പൂരിക്ക് വേണമെങ്കിൽ അത് നല്ലതുപോലെ അത് ബോളായിട്ട് വരത്തുള്ളൂ. ബാക്കിയുള്ള പൂരിയും കൂടി കുക്ക് ചെയ്തെടുക്കാം. ഓക്കേ, കുഴപ്പമില്ല കേട്ടാ. എനിക്ക് തോന്നുന്നു ഞാൻ 1 വർഷമെങ്കിലും ആവും കേട്ടോ പൂരി ഉണ്ടാക്കിയിട്ട്. ഒരു ടൈമിൽ എപ്പോഴും വീട്ടിൽ പൂരിയായിരുന്നു. അപ്പം മക്കൾസൊക്കെ കഴിച്ച് പൂരി മടുത്തു. എൻ്റെ പൂരി ഭയങ്കര പ്രസിദ്ധമായ പൂരിയുമായിരുന്നു കേട്ടാ. എൻ്റെ ബ്രദറിനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു എൻ്റെ പൂരി. ഞാൻ പിന്നെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് സത്യം പറഞ്ഞാൽ 1 വർഷമായി. ഇപ്പോൾ 1 വർഷത്തിന് ശേഷം ഉണ്ടാക്കുന്ന പൂരിയാ. കുഴപ്പമില്ല കേട്ടാ സംഭവം. ഞാൻ പാലില്ല എന്ന് നനച്ചത്, പച്ചവെള്ളത്തിൽ നനച്ചാൽ മതി കേട്ടോ. എനിക്കിന്നൊരു ചേഞ്ച് തോന്നിയിട്ട് ഞാൻ പാലിലൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. സംഭവം കൊള്ളാം അല്ലേ? ഫ്ലെയിം കുറച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് എണ്ണ നല്ല ചൂടായതിന് ശേഷം, എന്നിട്ടൊരു ബ്രൗണിഷ് കളറാവുന്ന സമയത്ത് എണ്ണ പിടിക്കില്ല. നമ്മൾ ആ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഇതിലൊരിക്കലും എണ്ണയുടെ കൺസിസ്റ്റൻസി കുറവാകണ്ട. എണ്ണ വളരെ കുറച്ചേ ഉള്ളൂ, ഇതിലൊക്കെ കുറവാണ്. ഇന്നത്തെ രാത്രിയത്തെ പരിപാടിയും കഴിഞ്ഞിട്ടാ. ഒരു ദിവസത്തെ കുറച്ച് മൊമെന്റ്സ് ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. ഇതാണ് ഞാൻ പറഞ്ഞ ഒട്ടും ഓയിലില്ലാത്ത പൂരിയാട്ടോ. ഓയിൽ ഫ്രീ എന്ന് തന്നെ നമുക്ക് പറയാം. പൂരി ഇത് നല്ലൊരു കോമ്പിനേഷൻ. ഉഴുന്നായിട്ടിരിക്കുന്ന കേട്ടോ. നമ്മൾ ഉഴുന്ന് ചേർത്ത് ഭയങ്കര ടേസ്റ്റ്. ഇടയ്ക്കിടയ്ക്ക് ആ ഉഴുന്നൊന്ന് കടിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ചവയ്ക്കുമ്പോഴത്തേക്ക് ഭയങ്കര ടേസ്റ്റാണ്. നല്ലൊരു കോമ്പിനേഷനാട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂരി ഉണ്ടോ, നല്ല സോഫ്റ്റ് പൂരി. ഇത് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ കഴിക്കുക. കുറച്ച് ചിക്കൻ കറിയുണ്ട്. മഴയൊക്കെ അല്ലേ, സുലൈമാനിയും കൂടെ ആകുമ്പോഴത്തേക്ക് രാത്രി അൽഹംദുലില്ലാ എന്ന് പറയാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. കുറച്ച് മൊമെന്റ്സ് ഇന്നത്തെ ദിവസത്തെ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടു നോക്കുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ പറയുന്നു. ശുഭരാത്രി. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.